2026 മത്സരിക്കുമ്പോൾ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ മലമ്പുഴ മണ്ഡലത്തിലെ ജനങ്ങളോട് അവരുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചോളം അവർക്ക് കുടിവെള്ളം ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം രാവിലെ കുളിക്കാതെ ഒരു മലയാളിക്കും പുറമേ ഇറങ്ങാൻ കഴിയില്ല. എല്ലാ വീടുകളിലും ഇന്ന് നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള ജൽജീവൻ മിഷൻ പദ്ധതി എല്ലാ ആളുകൾക്കും ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം അവർക്ക് സുഭിക്ഷമായിട്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ലക്ഷ്യം. 2, കഞ്ചിക്കോട് വ്യവസായ മേഖല കേരളത്തിലെ രണ്ടാമത്തെ വ്യവസായ മേഖലയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ധാരാളം ഫാക്ടറികളുണ്ടായിരുന്നു. ഞാനെല്ലാം കോളേജിലെല്ലാം പഠിക്കുന്ന സമയത്ത് കോളേജ് പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ചിക്കോട് ഏതെങ്കിലും ജോലി കിട്ടുന്നതായിരുന്നു നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ. ഇന്ന് പാലക്കാടിലെ ഒരു ചെറുപ്പക്കാരനും ആ ഒരു പ്രതീക്ഷ വെക്കാൻ കഴിയില്ല. ഒരു വിദ്യാർത്ഥിക്കും എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ എനിക്ക് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി കിട്ടുമെന്ന് പറയാൻ കഴിയില്ല. അന്ന് ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്തിരുന്ന മദ്രാസ് സ്പിന്നേഴ്സ് ഉണ്ടായിരുന്നു, മാരിക്കോ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നിരവധി കമ്പനികൾ. ഏറ്റവും അവസാനം പൂട്ടിപ്പോയത് നമ്മുടെ കിറ്റക്സിൻ്റെ സാബു ജേക്കബിൻ്റെ 1200ഓളം ആളുകൾ ജോലി ചെയ്തിരുന്ന കിറ്റക്സ് ആ മേഖലയിൽ നിന്ന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അടച്ചുപൂട്ടി പോയത്. അങ്ങനെ നിരവധി കമ്പനികൾ പോയിട്ടുണ്ട്. ആ കഞ്ചിക്കോട് വ്യവസായ മേഖലയെ വീണ്ടും പഴയ പ്രതാപത്തിലെത്തിക്കുക. അതിന് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഒരു പദ്ധതിയും തുടക്കമിട്ടിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി 3500 കോടി രൂപയുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി കേന്ദ്ര ഗവൺമെൻറ് കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ പ്രഖ്യാപിച്ചു.